ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പകൽക്കാലം നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഫാസ്റ്റർ അരുൺ രാമകൃഷ്ണനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് പല അവസരങ്ങളിലും ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഫാസ്റ്റർ സാജൻ പോൾ എന്നോടൊപ്പം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൾ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. റോയ് സാറിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ അവസരം നമുക്ക് തന്നതാണ്. അത് ഞാൻ ഉദ്ദേശിക്കുന്നു, നമ്മുടെ വിളിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി അവലോകനം ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി നശിച്ചു പോകേണ്ടിരുന്ന നമ്മെ എന്തുകൊണ്ട് കർത്താവ് രക്ഷിച്ചു, എന്തിനായി രക്ഷിച്ചു, ആ ഉദ്ദേശം ഒരിക്കൽ കൂടി മനസ്സിലാക്കുവാൻ ഇന്നത്തെ പകൽക്കാലം ദൈവം നമുക്ക് അവസരം തന്നു. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. 1995 മുതൽ ഇതുവരെ ഉത്തർപ്രദേശിലെ മിർജാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സമയത്ത് താമസിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലും ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇന്നത്തെ പകൽക്കാലം സുവിശേഷീകരണം എന്ന ദൗത്യം കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ആ ദൗത്യം എങ്ങനെ നമുക്ക് ചെയ്തു തീർക്കുവാൻ കഴിയും, അതിനായി സഭ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മിഷണറി അനുഭവവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സുവിശേഷം കേൾക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും മൗലിക അധികാരമാണ്. ഏത് ജാതിയിലുള്ള ആളായാലും ഏത് മതത്തിലുള്ള ആളായാലും ദൈവവചന പ്രകാരം ഒരു വ്യക്തി ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷം കേൾക്കുക എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അധികാരമാണ്. മൗലിക അധികാരമെന്ന് നാം പറയുമ്പോൾ നമ്മുടെ ഭരണഘടന പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള 6 അധികാരങ്ങളുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും പറയുമ്പോൾ ബൈബിൾ അനുസരിച്ച് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വവും അതുമായി ബന്ധപ്പെട്ട് ദൈവഭാഗത്ത് വരാത്തവർക്കുള്ള അവകാശവും കൂടിയാണ് സുവിശേഷം കേൾപ്പിക്കുക എന്നത്. ഇനി മറ്റൊരു സദ്വർത്തമാനം നിങ്ങളോട് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് തോമസ് അപ്പോസ്തലനിലൂടെ ആരംഭിച്ചതായ ഭാരതത്തിലെ സുവിശേഷീകരണ പ്രവർത്തനം ഇന്ന് 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും 6.5 ലക്ഷം ഗ്രാമങ്ങളിൽ 2.5 ലക്ഷം ഗ്രാമങ്ങൾ ഇനിയും നമ്മുടെ രക്ഷിതാവായ യേശുവിനെ ഒരിക്കൽ പോലും കേൾക്കാത്തവരായി ശേഷിക്കുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി മരണപ്പെട്ട് 10 മിനിറ്റുകൾക്കകം, അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ഡെവലപ്മെൻ്റ് ആയിട്ടില്ല, 10 മിനിറ്റുകൾക്കകം ലോകരാഷ്ട്രങ്ങളിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അവരുടെ മരണവാർത്ത അറിയുവാൻ കഴിഞ്ഞുവെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ കേരളത്തിൽ തുടങ്ങി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷീകരണം ചെയ്തിട്ടും 143 കോടി ജനങ്ങളിൽ അനേകരിന്നും, അല്ലെങ്കിൽ മെജോറിറ്റി ഇന്നും സുവിശേഷം കേൾക്കാത്തതായി ശേഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അത് തീർച്ചയായും കേട്ടവർക്ക് തന്നെ. അപ്പോൾ നാം ചെയ്യുന്നത് ചെയ്താൽ മതിയോ, അതോ ഇനി എന്തെങ്കിലും കൂടി നാം ചെയ്യേണ്ടതായിട്ടോ ഉണ്ടോ എന്ന് ഒരു പുനഃവിശകലനം ചെയ്യാൻ കൂടി ഈ സമയം ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 9:16. 1 കൊരിന്ത്യർ
9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഒരു ക്രിസ്തുവിരോധിയായ ശൗൽ ക്രിസ്തു സ്നേഹിയായ പൗലോസായി രൂപാന്തരപ്പെട്ട ശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണിത്. ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെയും മേൽ ഈ നിർബന്ധം കിടക്കുകയാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നാം ഉത്തരവാദിത്വമുള്ളവരാണ്. നമുക്കൊരു വലിയ അക്കൗണ്ടബിലിറ്റി ഉണ്ട് ദൈവത്തോടും മനുഷ്യരോടും. നമ്മുടെ ചുറ്റിലും ആയിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ രക്ഷകനായ യേശു ആരെന്നറിയാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാവായ യേശുവേ നീ വേഗം വരണമേ എന്ന് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു കൂട്ടമല്ല സഭ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഈ ബോധ്യം നമുക്കുണ്ടായാൽ അത് നമ്മുടെ ജീവിതം വലിയ ധന്യമായി തീരുവാൻ, ഈ ബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നിറവേറുവാൻ ഇടയായിത്തീരും. പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഇതാരുടെ നിർബന്ധമാണ്? എൻ്റെയും നിങ്ങളുടെയും അകത്തിരിക്കുന്ന യേശു നമുക്ക് തരുന്ന ഒരു പ്രേരണയാണിത്. നമുക്ക് തരുന്ന ഒരു ഉത്തേജനമാണിത്. യേശുവിന് പറയുവാനുള്ളത്, സകല ലോകത്തിൻ്റെയും രക്ഷകനായി ഞാൻ വന്നു. ആ രക്ഷ ഞാൻ നിനക്ക് നൽകി. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട നിന്നെ ചേർക്കുവാനായി വളരെ വേഗം വരുവാനായി പോകുന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ അടുക്കൽ നിൽക്കും തീർച്ചയായും. പക്ഷെ വെറും കൈയായിട്ടാണോ, അതോ ഞാൻ കർത്താവിനോടൊപ്പം നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയും ഉണ്ടാകുമോ, എൻ്റെ മക്കളും ഉണ്ടാകുമോ, എൻ്റെ മാതാപിതാക്കളും ഉണ്ടാകുമോ, എൻ്റെ സഹപാഠികളും ഉണ്ടാകുമോ? എൻ്റെ ജീവിത മേഖലയിൽ ഈ ആയുസ്സിൽ അനേകരെ കാണുവാനും അനേകരെ കേൾക്കുവാനും അനേകരുമായി സംസർഗം പുലർത്തുവാനായിട്ടുള്ള അവസരം ദൈവം എനിക്ക് തന്നു. ഇവരിൽ ആരെങ്കിലുമൊക്കെ യേശുവിനോടൊപ്പം ഉണ്ടാകുമോ? എൻ്റെ ജീവിതയാത്ര, എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യം അത് നിവർത്തിച്ച ശേഷമാണോ നാം നിൽക്കുന്നത്, അതോ വെറും കൈ ആയിട്ടാണോ നാം നിൽക്കുവാനായി ഒരുങ്ങുന്നത്? സഭ അല്ലാതെ സുവിശേഷീകരണ ദൗത്യം ചെയ്ത് തീർക്കുവാൻ മറ്റൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ദൈവദൂതന്മാരാൽ ദൈവം ഈ പണി ചെയ്യാമായിരുന്നുവെങ്കിൽ അതിന് മുൻപേ ചെയ്ത് കഴിയുമായിരുന്നു. പക്ഷെ ദൈവം രക്ഷിക്കപ്പെട്ടവരിലൂടെ രക്ഷിക്കപ്പെടാത്തവരെ രക്ഷിക്കുവാനായി ആഗ്രഹിക്കുന്നു. അത് കർത്താവിൻ്റെ ഹൃദയവാഞ്ഛയാണ്. എല്ലാ സ്കൂളുകളിലും, എല്ലാ കോളേജുകളിലും, എല്ലാ മാർക്കറ്റുകളിലും, എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും, എല്ലാ ഓഫീസുകളിലും, എല്ലാ ബസ്സുകളിലും, എല്ലാ ട്രെയിനിനകത്തും ഒരു വ്യക്തി പോലും ശേഷിക്കാതെ സകലവരും സുവിശേഷം കേൾക്കണമെന്നത് എന്റെയും നിങ്ങളുടെയും രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ഹൃദയവാഞ്ഛയാണ്. ആ ദൗത്യം സഭയ്ക്ക് നൽകിയിരിക്കുന്നു. എങ്ങനെ സഭ ഈ ദൗത്യം ചെയ്തു തീർക്കുവാനായിട്ട് കഴിയും? ഞാൻ 5 കാര്യങ്ങൾ മാത്രം ചില അനുഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഇത് ചെയ്തു തീർക്കണമെങ്കിൽ ഒരു ശക്തമായ ആത്മഭാരം ഉണ്ടാകണം. ആത്മഭാരം ഉണ്ടാകണം. അതായത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഞാൻ നശിച്ചു കൊണ്ടിരുന്നത് പോലെ
യേശു ആരെന്നറിയാതെ അസമാധാനത്തിലും പലവിധമായ ജീവിത പ്രശ്നങ്ങളിലും പാപത്തിലും ശാപത്തിലും നശിച്ചു കൊണ്ടിരുന്ന എന്നെ പോലെ നശിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സമസൃഷ്ടങ്ങളെ കുറിച്ചുള്ള ഒരു ഭാരം. ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ടാൽ പോരാ, എൻ്റെ കുടുംബത്തിലുള്ള സകലവരും രക്ഷിക്കപ്പെടണം, എൻ്റെ സമൂഹത്തിലുള്ള സകലവരും രക്ഷിക്കപ്പെടണം. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലെത്തിയാൽ മാത്രം പോരാ, മറ്റുള്ളവർ കൂടെ രക്ഷപ്പെടണമെന്നുള്ള ആ ഒരു ഹൃദയവാഞ്ച, ആ ഒരു എന്തോ പറയുന്നേ, ഒരു ആത്മഭാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരുറവയുമായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതയെ ഓർത്ത് യിരെമ്യാ പ്രവാചകൻ, കരയുന്ന പ്രവാചകൻ എന്നറിയപ്പെടുന്ന യിരെമ്യാ പ്രവാചകൻ വല്ലാത്ത ആത്മഭാരത്താൽ നിറഞ്ഞ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കണ്ണുനീർ തുടയ്ക്കണമേ എന്നല്ല. ഇന്ന് സഭയിൽ വരുന്ന രക്ഷിക്കപ്പെട്ടവരായ 75% പേരും പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പുറകെ പോകുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ജീവിത പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടി മാത്രം യേശുവിനെ പിൻപറ്റുമ്പോൾ, പ്രവാചകനായ യിരെമ്യാവ് പറയുന്നു, എൻ്റെ ജനത്തിന് വേണ്ടി കരയുവാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ, എൻ്റെ കണ്ണുനീരിനാൽ നിറഞ്ഞുവെങ്കിൽ, എൻ്റെ ഹൃദയമൊന്ന് ഉടയപ്പെട്ടുവെങ്കിൽ, എൻ്റെ ഹൃദയമൊന്ന് തകരപ്പെട്ടുവെങ്കിൽ, അതെന്തോർത്തെന്നറിയാമോ? ഞാൻ സ്വർഗത്തിലെത്തി സന്തോഷിക്കും എന്നതിലുപരിയായി എൻ്റെ പ്രിയപ്പെട്ടവർ നരകത്തിൽ പോകുന്നു എന്നത് കാണുന്നത് കൊണ്ടുള്ളൊരു വേദന, ആ ഒരു ഭാരം യിരെമ്യാവിനുണ്ടായിരുന്നതായി നമുക്ക് കാണാം. 2000 ജനുവരി 1-ാം തീയതി ഉത്തർപ്രദേശിലെ അലഹാബാദിൽ നിന്നും മിർജാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് കർത്താവ് ഞങ്ങളെ അയച്ചു. ആ മിർജാപൂർ എന്ന് പറയുന്ന ജില്ല ഒരു ബാക്ക്വേർഡ് ജില്ലയാണ്. 75 ജില്ലകൾ ഉള്ള ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ് മിർജാപൂർ ജില്ല. 25 ലക്ഷം ജനസംഖ്യയുണ്ട്. വെറും 500 ക്രിസ്ത്യാനികൾ മാത്രമേ 2000-ൽ മിർജാപൂരിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ 10 പേർ മാത്രം രക്ഷിക്കപ്പെട്ടവരും ഈ 10 പേർ തന്നെ ഒരു ഇമ്മാനുവേൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ്റെ കച്ചുവ മിഷൻ ഹോസ്പിറ്റലുണ്ട്, അവർ മറ്റ് ക്രോസ് കൾച്ചറലായ സ്ഥലത്തു നിന്നും ജോലി ചെയ്യാനായിട്ട് കടന്നു വന്ന ഡോക്ടേഴ്സുമാരും നേഴ്സുമാരുമാണ് ഈ 10 പേർ. ബാക്കി 490 പേര് അവർ 3 ചർച്ചുകളിലായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. അവർ രക്ഷിക്കപ്പെടാത്തവരാ, പക്ഷെ നാമധേയ ക്രിസ്ത്യാനികളാണ്. ഇതൊഴികെ 2000 ഗ്രാമങ്ങൾ ഉള്ള മിർജാപൂരിൽ സുവിശേഷവുമായി ആരും കടന്നു പോയിട്ടില്ലായിരുന്നു. ഒരു സൈഡ് നക്സലേറ്റുമാരുടെ ഏരിയ ആയിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ ഭയാനകതയിൽ ജീവിച്ച ജനമായിരുന്നു. അവിടെ കർത്താവ് ഞങ്ങളെ കൊണ്ടുപോയി, അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അലഹാബാദിൽ ഒരു വലിയ ഉണർവ് കണ്ട ശേഷമാണ്, ഒരു വലിയ ദൈവിക പ്രവർത്തനം കണ്ട ശേഷമാണ് മിർജാപൂരിലോട്ട് കടന്നുപോയത്. പലപ്പോഴും ഒരു ഉയർച്ച ലഭിച്ചാൽ പിന്നെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലോട്ടല്ലാതെ താഴ്ചയിലോട്ട് പോകുവാൻ ആരും തയ്യാറായിട്ടില്ല, അങ്ങനെ ആകാറില്ല. അലഹാബാദിൽ നിന്നും ഡൽഹി മെട്രോപൊളിറ്റൻ സിറ്റി എന്നാൽ അത് ഹാപ്പിയാ, കൽക്കത്ത എന്നാൽ അതും ഹാപ്പിയാ, ബാംഗ്ലൂർ എന്നാൽ അതും ഹാപ്പിയാ, മുംബൈ ആയിരുന്നാൽ അതും ഹാപ്പിയാ, ചെന്നൈ ആയിരുന്നാൽ അതും ഹാപ്പിയാ. പക്ഷെ കർത്താവ് ഞങ്ങളെ പോകുവാൻ പറഞ്ഞത് മിർജാപൂർ എന്ന് പറയുന്ന ആരും പോകാത്ത ഒരു സ്ഥലത്തോട്ടാണ്. എന്നെ അറിയുന്ന അനേകർ പറഞ്ഞു, വിജയകുമാർ കൂട്ടം തെറ്റി പോവുകയാ. എന്തെന്നാൽ അതിനു മുൻപ് ഒരു ഇൻസിഡൻറ്റ് ഞങ്ങൾക്കുണ്ടായി. അത് ഞാൻ ഈ സമയം ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സമയത്തിൻ്റെ അഭാവത്താൽ.
ആ മിർജാപൂർ ജില്ലയിൽ കടന്നുപോയപ്പോൾ 25 ലക്ഷം ജനങ്ങളെ കുറിച്ചൊരു വലിയ ആത്മഭാരം ഞങ്ങൾക്കുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പകലും രാത്രിയും ഞാനും ഭാര്യയും 4 മണിക്കൂർ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, വഴി തുറക്കണമേ ഇവരോട് സുവിശേഷം അറിയിക്കുവാനായിട്ട്. അങ്ങനെ ആ 2000 ഡിസംബർ ആയപ്പോൾ 6 പേർ ഞങ്ങളുടെ വിശ്വാസത്തിൽ വന്നു. വെറും 6 പേർ. ഞങ്ങൾ വിചാരിച്ചു 600 പേർ വിശ്വാസത്തിൽ വരാം. ഈ 6 പേരെ ഈ 6 പേർ പഠിപ്പില്ലാത്തവരാ, എഴുത്തും വായനയും അറിയാത്തവരാ, സഹോദരിമാരാ. ഇവരെ പഠിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ പഠിച്ച തിയോളജികളെല്ലാം വെച്ച് വലിയ നോട്ടുകൾ ഉണ്ടാക്കി, ഞാനും ഭാര്യയും. പക്ഷേ അതൊന്നും അവരുടെ ഇടയിൽ വിലപ്പോയില്ല. അവരെ പഠിപ്പിക്കാനുള്ള മെത്തേഡ് തത്തയെ പഠിപ്പിക്കുന്ന മെത്തേഡാ. 5 എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ 5 അവരെ പഠിപ്പിക്കണമെങ്കിൽ ഈ കൈവിരലുകൾ കൂടി ഉപയോഗിച്ച് പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് പഠിപ്പാൻ പറ്റത്തുള്ളൂ. പാപമെന്ന് പറഞ്ഞാൽ നാം പാപമെന്ന് കണക്കാക്കുന്ന പലരും അവിടെ ഉള്ളവർക്ക് പാപമേ അല്ല. കൊലപാതകം പാപമെന്ന് അവർ കരുതാം, വ്യഭിചാരം പാപമെന്ന് കരുതാം, മദ്യപാനം, പുകവലി, അല്ല എങ്കിൽ കഞ്ചാവ് വലിക്കുക, ഇതൊന്നും പാപമായി അവർ കണക്കാക്കുന്നതേ ഇല്ല. അങ്ങനെയുള്ള ജനത്തിൻ്റെ ഇടയിൽ ഈ 6 പേരെ കൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളതോർത്ത് ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. പല ദിവസവും ആരാധനകളിൽ ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കി കരഞ്ഞിട്ടുണ്ട്. കർത്താവ് എന്ത് ചെയ്യണമെന്ന്. ഒരു നാൾ കർത്താവ് പറഞ്ഞു, ഈ 6 പേരെയും പഠിപ്പിക്കുക. എന്ത് പഠിപ്പിക്കും അറിയത്തില്ല. ഞങ്ങൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. ഹിന്ദി അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് ഗ്രഹിക്കുവാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, ധനവാന്റെയും ലാസറിൻ്റെയും കഥ പഠിപ്പിക്കുക. ധനവാന്റെയും ലാസറിൻ്റെയും കഥ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ നിന്ന് ഞങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഇങ്ങനെയൊന്നും ഞങ്ങൾ പഠിപ്പിച്ചില്ല. ധനവാൻ അധോലോകത്തിലും എന്തോ പറയുന്ന മലയാളത്തിൽ, അധോലോകം ഹിന്ദിയ. ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ പോയി എന്നൊന്നും പഠിപ്പിച്ചില്ല. ലാസർ സ്വർഗത്തിലും ധനവാൻ നരകത്തിലും പോയി എന്ന് പഠിപ്പിച്ചു. കഥ പഠിപ്പിക്കുവാൻ പറഞ്ഞു. കഥ വളരെ പെട്ടെന്ന് തീർന്നു. കഥ അവർക്ക് മനസ്സിലായി. ഇനി എന്ത് എന്നത് ഞങ്ങളുടെ മുൻപിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കർത്താവ് പറഞ്ഞു അവരോട് ചോദിക്കുക, ഇന്ന് നിങ്ങൾ മരിച്ചാൽ എവിടെ പോകും? അവർ 6 പേരും വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങൾ സ്വർഗത്തിൽ പോകും. രണ്ടാമത്തെ ചോദ്യം കർത്താവ് അവരോട് ചോദിക്കുവാൻ പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ, നിങ്ങളുടെ മാതാവ് മരിച്ചാൽ, നിങ്ങളുടെ പിതാവ് മരിച്ചാൽ, നിങ്ങളുടെ മക്കൾ മരണപ്പെട്ടാൽ അവരെവിടെ പോകും? ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ 6 സഹോദരിമാരിൽ ഒരു സഹോദരി തേങ്ങിക്കരയുന്ന ശബ്ദം കേൾക്കുവാനിടയായി. അവർ കരയുകയാണ്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഒരു കാർന്ന് തിന്നുന്ന ആത്മഭാരമായി ആ 6 പേരിലേക്ക് കടന്നു വന്നു. അവർ 6 പേരും കരഞ്ഞു. ഞാനും ഭാര്യയും കൂടെ കരഞ്ഞു. ചില സമയങ്ങൾ കരച്ചിൽ മാത്രം. അത് കഴിഞ്ഞ് ചോദിച്ചു, ഇനി എന്ത് പ്രാർത്ഥിക്കണം? ആർക്ക് വേണ്ടി? എൻ്റെ പ്രിയപ്പെട്ടവരാരും യേശുവിനെ അറിയാതെ മരിക്കുവാൻ പാടില്ല. എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് എൻ്റെ വീട്ടിലെ എല്ലാവരെയും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥന തുടങ്ങി. ഈ 6 പേരിലൂടെ മിർജാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2000-ൽ ആരംഭിച്ച ശുശ്രൂഷ ഇന്ന് ഉത്തർപ്രദേശ് ഫോർ ക്രൈസ്റ്റ് മൂവ്മെൻ്റ് എന്ന പേരിൽ 59 ഉത്തർപ്രദേശിലെ ജില്ലയിലും 33 ഛത്തീസ്ഗഡിലെ ജില്ലകളിലും മധ്യപ്രദേശിലെ 3 ജില്ലകളിലും വ്യാപരിക്കുന്ന 73 മെയിൻ ചർച്ചുകളും 2000-ൽ അധികം ഹൗസ് ചർച്ചുകളും 23,000-ൽ അധികം വിശ്വാസികളും വിശ്വാസത്തിൽ വരുവാൻ കർത്താവ് കൃപയാൽ സഹായിച്ചിരിക്കുന്നു. 6000 പേര് കൊണ്ടല്ല, 6 പേരെ കൊണ്ട്. ബുദ്ധിയും അറിവും ജ്ഞാനവും തിയോളജിയും കൊണ്ടല്ല, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ആത്മദാഹം
ഒരു നെഹമ്യാവിന് 52 വർഷങ്ങൾ 52 ദിവസങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത ഒരു വലിയ പണിയെ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ 145 കോടി ജനങ്ങൾ ഈ ഭാരതത്തിലുള്ളപ്പോൾ, ഇവർ 3 ലക്ഷം സഭകളിലായി ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഈ 3 ലക്ഷം സഭകളെ നേതൃത്വം വഹിക്കുന്ന 3 ലക്ഷം പാസ്റ്റർമാർ ഈ ആത്മഭാരത്താൽ നിറഞ്ഞാൽ, ഈ 5 കോടി വിശ്വാസികൾ ആത്മഭാരത്താൽ നിറഞ്ഞാൽ, വെറും 28 ദിവസങ്ങൾ കൊണ്ട് 145 കോടി ജനങ്ങളെ ഒരിക്കലെങ്കിലും സുവിശേഷം കേൾപ്പിക്കുവാൻ തീർച്ചയായും ഭാരതത്തിലെ സഭയ്ക്ക് കഴിയും. സുവിശേഷം പറയുവാൻ ആത്മഭാരം ആവശ്യം. എന്നാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊഴിച്ച് കരഞ്ഞിട്ടുള്ളത്? എന്നാണ് നിങ്ങൾക്ക് അവരുടെ ലെവലിലേക്ക് ഒന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്? സുഖ സൗകര്യങ്ങളിൽ മറന്ന്, സ്വന്തം മുഖങ്ങളിൽ മുഴുകി, നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പലതും ചെയ്യുവാനായി വ്യഗ്രതപ്പെടുന്ന സമയം, വ്യാകുലപ്പെടുന്ന സമയം, നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയങ്ങൾ അതാക്കി മാറ്റുന്ന സമയം, 50,000 പേർ ഈ ഭാരതത്തിൽ ഓരോ ദിവസവും മരണപ്പെടുന്നു. അതിൽ 40,000 പേർ യേശുവിനെ കുറിച്ച് കേൾക്കാതെ നരകത്തിൽ പോകുന്നവരാ. സഭ ഉത്തരവാദി അല്ല എങ്കിൽ പിന്നെ ആരാ ഇതിന്റെ ഉത്തരവാദി? ഒന്നാമതായി, സുവിശേഷീകരണ ദൗത്യം സഭ ചെയ്തു തീർക്കണമെങ്കിൽ, സഭ എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസിയും, ഞാനും നിങ്ങളും, ഒരു കൊച്ചു കുഞ്ഞു പോലും ആത്മഭാരത്താൽ നിറയണം. അത് ചെയ്യുകയാണെങ്കിൽ ഈ ജനറേഷനിൽ ഈ ഭാരത സുവിശേഷീകരണം നമുക്ക് ചെയ്തു തീർക്കുവാനായിട്ട് കഴിയും. 2, സഭയിലെ വിശ്വാസികൾക്ക് ശക്തമായ പ്രാർത്ഥനാനുഭവം ആവശ്യം. സഭയിലെ വിശ്വാസികൾ പ്രാർത്ഥന പ്രസംഗിക്കുന്നവരായിരുന്നാൽ പറ്റത്തില്ല, പ്രാർത്ഥന പറയുന്നവരായിരുന്നാലും പറ്റത്തില്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നാലും പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. ഇന്ന് പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നു എങ്കിലും നാം എന്തിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന വിഷയം എന്താണ്? യേശു ക്രിസ്തു സ്വർഗത്തിലോട്ട് എടുക്കപ്പെടുന്നതിന് മുൻപ് സഭയെ ഏൽപ്പിച്ചു പോയ ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുക എന്നതാണോ നമ്മുടെ സഭയിലെ പ്രാർത്ഥനയുടെ ഉദ്ദേശം? നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളുടെ ഉദ്ദേശം അതാണോ? നമ്മുടെ കോട്ടേജ് പ്രയറിലെ പ്രാർത്ഥന വിഷയം അതാണോ? നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയുടെ വിഷയം അതാണോ? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ വിഷയം അതാണോ? എല്ലാ തലങ്ങളിലും വ്യക്തി, ഒരു സമൂഹം, എല്ലാ പ്രാർത്ഥനകളുടെയും ഉദ്ദേശം നശിച്ചു പോകുന്ന ആത്മാക്കൾ രക്ഷിക്കപ്പെടുക എന്ന ഉദ്ദേശത്തിലേക്കുള്ള പ്രാർത്ഥനയായി മാറ്റപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2002 വരെ മിർജാപൂരിൽ 6 പേര് വിശ്വാസത്തിൽ വന്നുവെങ്കിൽ സഭ സ്ഥാപിതമായിട്ടില്ലായിരുന്നു. ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച, 2 കാര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് ആലോചന തന്നു. ഒന്ന്, ഒരു ശനിയാഴ്ച രാത്രി 9 മണി മുതൽ ഞായറാഴ്ച വെളുപ്പിന് 5 മണി വരെ ഒരു കണ്ടിന്യൂസ് പ്രെയർ. ഭാരതത്തിൻ്റെ മേപ്പ്, ഉത്തർപ്രദേശിൻ്റെ മേപ്പ് താഴെയിട്ട ശേഷം അതിനെ ഭ്രമൺ ചെയ്തുകൊണ്ട്, ചുറ്റിലും നടന്നുകൊണ്ട് 2 ടീമായിട്ട് വേർതിരിച്ച് ഒരു പ്രാർത്ഥന ആരംഭിച്ചു. ഒരു ശനിയാഴ്ചയാണ് ആരംഭിച്ചത്. അത് കഴിഞ്ഞ ശേഷം വിശ്വാസത്തിൻ്റെ അത്ഭുതരേഖ എന്ന് പറയുന്ന ഒരു പുസ്തകം എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഞാൻ മാറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് മാറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എല്ലാ ദിവസവും അത് പറ്റുന്നില്ല. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ വീട്ടിൽ നിന്നും ഞാൻ മാറി ഏതെങ്കിലും ഒരു പുസ്തകവുമായി, ബൈബിളുമായി, നോട്ട് ബുക്കുമായി മറ്റാർക്കും അറിയാത്ത ഒരു സ്ഥലത്തോട്ട് ഞാൻ പോകും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. കർത്താവ് തരുന്ന ആലോചനകളെ കുറിച്ച് വയ്ക്കും. അത് എൻ്റെ പാതയ്ക്ക് വെളിച്ചമായി അന്നും ഇന്നും എല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ വിശ്വാസത്തിൻ്റെ അത്ഭുതരേഖ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അകത്തൊരു വലിയ
അത്ഭുതകരമായ വിശ്വാസമുള്ളവായി. എന്തുകൊണ്ട് ഒരു സഭാസ്ഥാപനത്തിന് നേതൃത്വം കുറിച്ചുകൂടാ? ഈ 6 വിശ്വാസികൾ മാത്രമേ ഉള്ളൂ, മറ്റ് വിശ്വാസികളൊന്നുമില്ല. പലരോടും സുവിശേഷം പറഞ്ഞു, വിളിച്ചിട്ട് ആരും വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരു സ്കൂളിൻ്റെ ഒരു റൂമിൽ താമസിച്ചിരുന്നു. ആ വരാന്ത മുഴുവൻ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ ഇന്നൊരു ചർച്ച് മീറ്റിംഗ് ആരംഭിക്കുക. വൈഫ് ചോദിച്ചു, ആരാ മീറ്റിങ്ങിന് വരുന്നേ? ഞാൻ പറഞ്ഞു, മീറ്റിങ്ങിന് നിങ്ങളെല്ലാം വന്നാൽ മതി. വരാന്ത മുഴുവനും വൃത്തിയാക്കി, ന്യൂസ് പേപ്പർ വിരിച്ചു. അന്ന് ഞങ്ങളുടെ കയ്യിൽ ദറിയില്ലായിരുന്നു വിരിക്കാനായിട്ട്, ചെയറുമില്ലായിരുന്നു, ബെഞ്ചുമില്ലായിരുന്നു. ന്യൂസ് പേപ്പർ വിരിച്ച ശേഷം ഭാര്യയോട് പറഞ്ഞു, മീറ്റിങ്ങിന് വരിക. 2 കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മീറ്റിങ്ങിന് വരിക. 2 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടാകും. ഞങ്ങൾ പാടി. ഞാൻ പാസ്റ്ററായി, എൻ്റെ ഭാര്യ, 2 മക്കൾ വിശ്വാസികളായി. ആരാധന തീരുന്നതിനോടടുത്ത സമയം ഞങ്ങൾ അലഹബാദിൽ നിന്നും ഒരു പീഡനമേറ്റ ശേഷമാണ് മിർജാപൂരിൽ വന്നത്. 3 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അകത്ത് വല്ലാത്തൊരു ഭയം. ഇത് സിറ്റിയുടെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. അവിടെയുള്ളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഗേറ്റ് അടച്ചിട്ടേ, ഇവിടെ നമ്മൾ കൈ അടിക്കുമ്പോഴൊക്കെ ആരെങ്കിലും കേൾക്കുമെങ്കിലോ വരുമെങ്കിലോ, അങ്ങനെ ഗേറ്റും അടച്ചിട്ടു. അപ്പോൾ ആരും വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഞങ്ങൾ തന്നെ വരാനുള്ള സാധ്യതകളുമെല്ലാം അടച്ച ശേഷം ആരാധിച്ചു. ഒരു കുഞ്ഞൻ പയ്യൻ, അവൻ്റെ പേര് പവൻ എന്നാണ്. അവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുമായിരുന്നു. അവൻ മതിൽ കയറി ചാടി ആരാധനിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസി വന്നു ആദ്യത്തെ ദിവസം. ആ വർഷം പ്രാർത്ഥിച്ചു, കർത്താവ് ഈ വരാന്ത നിറയെ ഞങ്ങൾക്ക് വിശ്വാസികളെ തരണം. കർത്താവ് അങ്ങനെ ചെയ്തു. 2ാമത്തെ വർഷം പ്രാർത്ഥിച്ചു, കർത്താവ് ആ സ്കൂളിനകത്തൊരു ഹാളുണ്ട്, ആ ഹാൾ നിറയെ ഞങ്ങൾക്ക് വിശ്വാസികളെ തരണം. കർത്താവ് അത് ചെയ്തു. 3ാമത്തെ വർഷം പ്രാർത്ഥിച്ചു, അതായത് 2003, ഈ ഗ്രൗണ്ടിലോട്ട് ആരാധന മാറ്റപ്പെടണം. ഗ്രൗണ്ട് നിറയെ വിശ്വാസികളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഇന്ന് ഞങ്ങളുടെ സഭയുടെ വലിപ്പം 7450 സ്ക്വയർ ഫീറ്റ്. ഇപ്പോഴും 2 സെക്ഷൻ ആരാധന, ഒരു സെക്ഷൻ ആരാധന 11:30 മണിയായപ്പോൾ കഴിഞ്ഞു. 2ാമത്തെ സെക്ഷൻ ആരാധന 12 മണിയാകുമ്പോൾ നടക്കും. ഒരായുസ് മാത്രമേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ. ഈ ആയുസ് തക്കതായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ ഒരു 80 വയസ്സാകുമ്പോൾ, 90 വയസ്സാകുമ്പോൾ, കാഴ്ച നഷ്ടപ്പെട്ട്, കേൾവി നഷ്ടപ്പെട്ട്, സംസാരശേഷി നഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ, ചെയ്യുവാൻ കഴിയുമായിരുന്ന സമയങ്ങളിൽ ചെയ്യാതെ വിട്ടുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം നിങ്ങളെ കാർന്ന് തിന്നാതിരിക്കുവാനായിട്ട് ഇന്ന് നാം ചെയ്യണം. അത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. സഭ സുവിശേഷിക്കുന്ന ദൗത്യം ചെയ്യണമെങ്കിൽ ഒരു ശക്തമായ പ്രാർത്ഥനാ അനുഭവം നമുക്കുണ്ടായിരിക്കണം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കാം. യെഹെസ്കേൽ 22:30. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്. അവിടെ ഞാൻ ഒരു വാക്യം കൂടെ ചേർത്ത് കൊള്ളട്ടെ. ഒരു പുരുഷനെ, ഒരു സ്ത്രീയെ, ഒരു മകനെ, ഒരു മകളെ ഞാൻ അവരുടെ ഇടയിൽ നിന്നും, നിങ്ങളുടെ ഇടയിൽ നിന്നും, നമ്മുടെ ഇടയിൽ നിന്നും, ഈ സഭയിൽ നിന്നും അന്വേഷിച്ചു. ഈ അന്വേഷണം എന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് തിരയുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് എന്റെ ദേശത്തെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് ഇടതടവില്ലാതെ നിലവിളിക്കുന്ന ദൈവജനത്തിന് വേണ്ടി കർത്താവ് തിരയുകയാണ്. നിങ്ങൾക്ക് പറയുവാൻ കഴിയും, പണ്ടെല്ലാം എൻ്റെ ഭവനത്തിലും അങ്ങനെ ഒരാളുണ്ടായിരുന്നു. പക്ഷെ ഇന്നുണ്ടോ?
പണ്ടെല്ലാം അങ്ങനെയുള്ള ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയിൽ കാണുവാൻ കഴിയുന്നുവോ? അമ്മ പ്രാർത്ഥിക്കുന്നത് മകൾ കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റുന്നുവോ? അപ്പൻ പ്രാർത്ഥിക്കുന്നത് മകന് കാണുവാൻ കഴിയുന്നുണ്ടോ? അതോ അമ്മയും അപ്പനും എല്ലാം പ്രാർത്ഥനയുടെ തിയോളജി പറയുന്നവരായി പോകുന്നു. അത് കണ്ണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അടുത്ത തലമുറ അവർ ഗൂഗിളിൽ പ്രാർത്ഥന സെർച്ച് ചെയ്യുന്നു. കാലം മാറിപ്പോയി എന്ന് നാം പറയാറുണ്ടല്ലോ. കാലത്തെ മാറ്റിയത് ആരാ? കർത്താവല്ല. ഈ ചുറ്റുപാടുകളെ മാറ്റിയത് കർത്താവാണ്, അല്ല നാമാണ്. നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് മാറ്റം വന്നപ്പോൾ പ്രാർത്ഥനയും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു സഹോദരങ്ങളെ. എന്നാൽ കർത്താവ് അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു പ്രാർത്ഥനയുടെ യാഗത്തെ നിങ്ങൾ വ്യക്തിപരമായി പണിതുയർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ സങ്കീർത്തന പുസ്തകം 106:23 പറയുന്നു, മോശ അവർക്ക് വേണ്ടി, ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാതിരുന്നു എങ്കിൽ, അതേ മോശ പ്രാർത്ഥിക്കാതിരുന്നു എങ്കിൽ ദൈവം അവരെ നശിപ്പിച്ച് കളയുമായിരുന്നു. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവൻ വൃദ്ധനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവൻ്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ച് കളയുമായിരുന്നു. അതായത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം അവരെ നശിപ്പിച്ച് കളയുമായിരുന്നു. നാം വളരെ ആഘോഷത്തോടെ പറയാറുണ്ടല്ലോ, മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടന്നു വന്നു, 67 കോടി ജനങ്ങൾ അവിടെ കടന്നുപോയി എന്ന്. പക്ഷെ അത് നാം സന്തോഷത്തോടെ പറയേണ്ടവരല്ല, നാം കരച്ചിലോടെ നിലവിളിയോടെ പറയേണ്ടവരാ. എന്തുകൊണ്ടെന്നറിയുമോ? ഈ 67 കോടി ജനങ്ങൾ എവിടെ നിന്നാ പോയേ? ഈ കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, ഈ എറണാകുളം പട്ടണത്തിൽ നിന്നുള്ളവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്, നമ്മുടെ ഇടയിൽ നിന്നാ പോയത്. എന്തുകൊണ്ടെന്നറിയാമോ? ഞാനും നിങ്ങളും സ്വീകരിച്ച രക്ഷകൻ അവർക്ക് കിട്ടാത്തത് കൊണ്ടാ. ഞാനും നിങ്ങളും പ്രാപിച്ച ഈ വെളിച്ചം അവർക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ടാ. അവർക്ക് കൂടെ അവകാശപ്പെട്ട സുവിശേഷം ഞാനും നിങ്ങളും തടഞ്ഞു വെക്കുന്നത് കൊണ്ടാ. അതേ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. സഭ പ്രാർത്ഥന അനുഭവത്തിലേക്ക് മടങ്ങി വരണം. മൂന്നാമതായി, വിശ്വാസത്തിലെ സഭയിലെ വിശ്വാസി വ്യക്തമായ ദർശനം പ്രാപിക്കണം. ഒന്ന്, ആത്മഭാരം നമ്മെ പ്രാർത്ഥനയിലോട്ട് കൊണ്ടുപോകും. ആത്മഭാരം വരുവാൻ എന്ത് ചെയ്യണം? ആത്മഭാരം വരണമെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. നെഹമ്യാവിന് എങ്ങനെയാണ് കണ്ണുനീർ വന്നേ? നെഹമ്യാവിന് എങ്ങനെയാണ് ഭാരം വന്നേ? നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്നതിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോഴല്ലേ? നമുക്കെവിടെ ആ സമയം മറ്റുള്ളവരെ കുറിച്ച് ചോദിപ്പാൻ? ഒന്ന് തിരിഞ്ഞു നോക്കുവിൻ. കൊയ്ത്ത് വരുവാൻ ഇനിയും 4 മാസമുണ്ട് എന്ന് പറയരുതെന്ന് യേശു പറയുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ നിങ്ങൾ കാണും. എന്തുകൊണ്ടാണ് കാണാത്തെ? നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഉയർത്തി നോക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ് കാണാത്തെ? നമ്മുടെ പഴയകാല അനുഭവങ്ങളെ മറന്നു പോയത് കൊണ്ടാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുവിൻ, എവിടെ നിന്നാണ് നാം വന്നേ? 2, മുൻപോട്ട് നോക്കുവിൻ, എങ്ങനെയാണ് മറ്റുള്ളവർ ജീവിക്കുന്നേ? നാം എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലായാൽ, നമ്മുടെ സമശിഷ്ടങ്ങൾ ഇന്നെങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലായാൽ ആത്മഭാരം വരും. ആത്മഭാരം വന്നാൽ പ്രാർത്ഥിക്കാതിരിക്കുവാൻ കഴിയത്തില്ല, കരയാതിരിക്കുവാൻ കഴിയത്തില്ല, നിലവിളിക്കാതിരിക്കാൻ കഴിയത്തില്ല. തീർച്ചയായും വ്യതിയാനം നമ്മിൽ തന്നെ വരും. നമ്മിൽ വ്യതിയാനം വരാതെ, വ്യക്തിയിൽ വ്യതിയാനം വരാതെ സമൂഹത്തിൽ കുടുംബത്തിൽ വ്യതിയാനം വരത്തില്ല, സമൂഹത്തിൽ വ്യതിയാനം വരത്തില്ല. വ്യതിയാനം വ്യക്തിയിൽ തുടങ്ങണം, എന്നിൽ തുടങ്ങണം, നമ്മിൽ തുടങ്ങണം. അതെ, മൂന്നാമതായി സഭയിലെ വിശ്വാസികൾ എല്ലാവരും വ്യക്തമായ ദർശനത്തോടുകൂടി ജീവിക്കണം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 18-9-10. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, ഇത്
ഒരു മടങ്ങിപ്പോക്കലിൽ നിന്നും നിൽക്കുവാനുള്ള ദർശനമാണ്. നിങ്ങൾക്കറിയുമോ, ഈ ദർശനം ലഭിക്കാത്തത് കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പ്രാർത്ഥിക്കുവാൻ പോകുവാൻ താല്പര്യപ്പെട്ട പലർക്കും പോകുവാൻ കഴിയുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ പോയ അനേകം ക്രോസ് കൾച്ചറൽ മിഷണറിമാർ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യൻ ഓർഗനൈസേഷനുകൾ, മിഷൻ സെൻ്ററുകൾ അടഞ്ഞുകൊണ്ടിരിക്കുന്നു. 1000 മിഷണറിമാരുണ്ടായാലും ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു മിഷണറിക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഭാരതത്തിൽ മിഷണറിമാരെക്കാൾ ഏറെ വിഷണറിമാരുടെ ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന കൊച്ചനുജ, അനുജത്തി, നിങ്ങൾ ഒരു മിഷണറി ഡോക്ടർ ആവുകയെന്ന ഒരു വിഷൻ നിങ്ങൾ പ്രാപിക്കണം. എവിടെയായാലും എങ്ങനെയായാലും എൻ്റെ യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഒരു താല്പര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു ദർശനം നിങ്ങൾക്ക് ലഭിക്കും. ഒരു ദർശനം നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ മൂത്ത മകൻ, അവൻ്റെ പേര് അരുൺ പോൾ. അവൻ MBA കഴിഞ്ഞ്, അതായത് ഡോക്ടറുടെ മകൻ ഡോക്ടർ ആകണം, അല്ലെങ്കിൽ അവനെയും ഡോക്ടർ ആക്കിക്കൊള്ളണമെന്ന കാഴ്ചപ്പാട് എനിക്കില്ല. അതായത് പാസ്റ്ററുടെ മകൻ പാസ്റ്റർ തന്നെ ആകണമെന്നുള്ള ഒരു പരിശീലനവും അവന് കൊടുത്തിട്ടില്ല. എൻ്റെ മക്കളെ അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അവർ രണ്ടുപേരും ദൈവവേല ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ട്. ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവൻ MBA കഴിഞ്ഞ ശേഷം അവൻ ജോലി അന്വേഷിക്കുക. ജോലി അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും അവൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ ആ സമയത്ത് 96 ജനുവരി മാസം 2016 ഫെബ്രുവരി മാസം കർത്താവ് ഞങ്ങൾക്ക് ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന റീജിയനിൽ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട്, ഒരു പ്രാർത്ഥന യാത്രയ്ക്ക് പോകാനായിട്ട് ഒരു ആലോചന തന്നു. അന്ന് എൻ്റെ കയ്യിലൊരു ബുളേറോ ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേർ അവിടോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ പോകുന്ന ദിവസത്തിന് ഒരു ദിവസം മുമ്പ് രാത്രി ആ ഡ്രൈവർ വിളിച്ചു പറഞ്ഞു, എനിക്കെന്ത് അസൗകര്യമുണ്ട്, വരാൻ പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോൾ വണ്ടി ഓടിക്കാൻ ആളില്ല. ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു, ഞങ്ങളോടൊപ്പം വരാമോ? അവൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അവനുമായി യാത്ര പുറപ്പെട്ടു പോയി. ആദ്യത്തെ ദിവസം ഈ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലം ഞാൻ നിങ്ങളെ ഉത്തർപ്രദേശിലോട്ട് വിളിക്കുക. വരുവാനും പോകുവാനുമുള്ള ചിലവ് മാത്രം നിങ്ങൾക്ക് വഹിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഭ വഹിക്കണം. അവിടെ വന്നാൽ താമസ സൗകര്യവും ഭക്ഷണവും ഞങ്ങളുടെ സഭ നിങ്ങൾക്കായി ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു മിഷണറി കാഴ്ചപ്പാടുണ്ടാകുവാനായിട്ട്, ഈക്വൽ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അങ്ങനെ അവനെയും കൂട്ടി അവിടോട്ട് കടന്നുപോയി. ഈ ബുന്ദേൽഖണ്ഡ് എന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ താമസിക്കുവാൻ പൈസ ഉണ്ടെങ്കിലും ഹോട്ടലുകളൊന്നുമില്ല. നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ഉള്ള സാഹചര്യമുണ്ടെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാനായിട്ടൊരു സ്ഥലമില്ല. വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു തൊഴുത്തിൽ താമസിക്കുവാനായിട്ടുള്ള സൗകര്യമൊരുക്കി. ഞാൻ ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളിലെല്ലാം താമസിച്ചിട്ട് എങ്കിലും അടുത്ത സമയങ്ങളിലൊന്നും അങ്ങനെ താമസിച്ചിട്ടില്ല. എൻ്റെ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് കാരണവും അങ്ങനെ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ വേറൊരു സൗകര്യമില്ല. അവർക്ക് കഴിയുന്നതിൽ ഏറ്റവും ബെറ്ററായ ഒരു അക്കോമഡേഷൻ ഉണ്ടാക്കി. ആ അക്കോമഡേഷൻ പശുവിനെ കെട്ടിയിരുന്ന സ്ഥലത്ത് പശുവിനെ മാറ്റി കെട്ടിയ ശേഷം അത് വൃത്തിയാക്കി അവർ ഞങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സൗകര്യപ്പെടുത്തുന്നു. അവർ വൈക്കോൽ വിരിച്ചു, വൈക്കോലിൻ്റെ പുറത്ത് മെത്ത വിരിച്ചു, അതിൻ്റെ പുറത്ത് അവർ ഷീറ്റ് വിരിച്ച് കാണുക. അപ്പോൾ ഒന്ന് ഭയങ്കരമായ പശുവിൻ്റെ മൂത്രത്തിൻ്റെ സ്മെല്ല് അവർക്കതുണ്ടായി കാണത്തില്ല. കാര്യം അവിടെ താമസിക്കുന്നത് ഞങ്ങൾക്കത് ഫീൽ ചെയ്തു. 2 ഭയങ്കരമായ കൊതുക്. 3 ഈ കിടന്നതിൻ്റെ അകത്തുകൂടി ചെറിയ എലി ഓടുകയാണ്. ഞാൻ രാത്രി ഉറങ്ങിയില്ല, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. ഒരാത്മഭാരമുണ്ടായി, കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. 4 പേരും എൻ്റെ മകനും അവിടെ ഉറങ്ങുവാനായിട്ട് കിടന്നു. എൻ്റെ പ്രാർത്ഥനയിലുള്ള ഒരു വിഷയം ഇതാണ്, എൻ്റെ മകൻ അവൻ രാത്രി തന്നെ എഴുന്നേറ്റ് ആരോടും പറയാതെ പോകരുത്.
കാര്യം അവനിലും ഒരു പുതിയ അനുഭവമാണിത്. അവൻ പോയാൽ പിന്നെ വണ്ടി ഓടിക്കാൻ ആരുമില്ല. രാവിലെ 4 മണിയായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയായ ശേഷം അവൻ വണ്ടി ക്ലീൻ ചെയ്യുകയാണ്. അവനിലൊരു മാറ്റം ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായില്ല എന്താ. അവൻ എന്നോട് ചോദിച്ചു, പപ്പ, ഞാൻ ഈ റീജിയനിൽ പ്രവർത്തിച്ചോട്ടെ? ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. എൻ്റെ സ്ഥാനത്ത് നിങ്ങളായാൽ പോലും, അത് ലക്നൗവിലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അംഗീകരിച്ചേക്കാം, മിർജാപൂരിലായിരുന്നു എങ്കിലും യെസ് പറഞ്ഞേക്കാം. പക്ഷെ ആ സ്ഥലത്ത് ആ റീജിയനിൽ താമസിച്ച് പ്രവർത്തിക്കുവാൻ അവൻ്റെ പപ്പയായ ഞാൻ തയ്യാറായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇന്ന് പറയും വേറെ വഴിയൊന്നുമില്ലല്ലോ. പക്ഷെ അന്ന് ഞാൻ അത്രയും പ്രിപ്പയറും അല്ലായിരുന്നു. ഇൻ്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കുക, 24 hours ലൈറ്റുള്ള സ്ഥലത്ത് ജീവിച്ച് പാരമ്പര്യമുള്ള വ്യക്തിക്ക് 2-3 മണിക്കൂർ ഡെയിലി ലൈറ്റ് കിട്ടുന്നൊരു സ്ഥലത്ത് താമസിക്കുക, ഇതൊന്നും അത്രയും എളുപ്പമായ കാര്യമല്ലായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച ശേഷം തീരുമാനിക്കുക മകനെ. അവൻ വളരെ സന്തോഷത്തോടെ 4 ദിവസവും ഞങ്ങളോടൊപ്പം കടന്നു വന്നു. അപ്പോൾ അതിനുശേഷം ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ കടന്നു വന്ന് മോളിയോട് പറഞ്ഞു, എൻ്റെ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു, അതിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, അവൻ്റെ ഇഷ്ടം അതാണെങ്കിലല്ല, കർത്താവ് അവനോട് പറഞ്ഞുവെങ്കിൽ അത് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്യട്ടെ, അവൻ ജോലി തിരയട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ ജോലി തിരയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ മക്കളെ നീ ജോലിയൊന്നും അന്വേഷിക്കുന്നില്ലേ? പറഞ്ഞില്ല. പപ്പയോട് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞു, ഞാൻ ബുന്ദേൽഖണ്ഡ് റീജിയനിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഇന്ന് അവനൊരു പൂർണ്ണസമയ ദൈവവേലക്കാരനായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ സന്തോഷം. 8 വർഷമായി ഞങ്ങളുടെ മൂത്ത മകന് കുഞ്ഞുങ്ങളൊന്നുമില്ല. 1.5 വർഷം മുൻപ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ്മാർ വിധി എഴുതി എൻ്റെ മരുമകളുടെ യൂട്രസ് റിമൂവ് ചെയ്യല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ അന്ന് രാവിലെ ഒരു പ്രാർത്ഥിക്കുന്ന ദേവദാസി എന്നോട് വിളിച്ച് പറഞ്ഞു, അരുണിനും കെസിക്കും കർത്താവ് കുഞ്ഞിനെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞേക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞൊന്നും വിലയാക്കേണ്ട, കർത്താവ് പറഞ്ഞേക്കുക കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാകെ കൺഫ്യൂഷനായി, ഡിസിഷൻ പറയേണ്ടതായിട്ടുണ്ട്. അവൻ പറഞ്ഞു, മക്കളെ 2 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ട്രിവാൻഡ്രത്തോട്ട് വരിക. ട്രിവാൻഡ്രത്ത് ഒരു 83 വയസ്സുള്ള സുമതി എന്നുള്ള SAT ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് നിന്ന് റിട്ടയർഡായ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ സജഷൻ ഒന്ന് ചോദിച്ച ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറുടെ അവിടോട്ട് പോയി. അവർ പോയ ശേഷം ഡോക്ടർ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഡ്യൂട്ടിയിലായിരുന്നുവെങ്കിൽ ഒരു റിസ്ക് എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനുജൻ ചോദിച്ചു, എന്ത് റിസ്ക്കാണ്? അപ്പോൾ പറഞ്ഞു, ഇവളെ ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കണം, യൂട്രസ് അതുകൊണ്ട് ഒരുപക്ഷെ ശരിയാകും, ഒരു കുഞ്ഞെങ്കിൽ ലഭിച്ച ശേഷം പിന്നെ റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. അവർ ആലോചിച്ച ശേഷം ഒരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. അവിടെ പോയി ഏകദേശം 1.5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അത് അവരുടെ ജീവിതത്തിലും അവരുടെ പ്രവർത്തനത്തിലും ഒരു വലിയ ആവശ്യമായിരിക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള അനേകം മലയാളിമാരൊന്നും ഞങ്ങളുടെ കുഴപ്പമില്ല. ഞങ്ങളോടൊപ്പം 128 സഹോദരങ്ങൾ വർക്ക് ചെയ്യുന്നു. ഇവരിൽ 90% പേരും 2000-ന് ശേഷം വിശ്വാസത്തിൽ വന്നവരും ഞങ്ങൾ പഠിപ്പിച്ചതായ ബൈബിളിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചവരും ആത്മദാഹം പ്രാപിച്ചവരും പ്രാർത്ഥന അനുഭവം പ്രാപിച്ചവരും ദർശനം പ്രാപിച്ചവരുമാണ്. അവർ തന്നെ ഞങ്ങളോടൊന്ന് പറയും, ഞങ്ങൾ പൊക്കൊള്ളട്ടെ എന്ന്. പല സ്ഥലത്തും പോകുവാനായിട്ട് കർത്താവ് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ഞങ്ങളുടെ വർഷിപ്പ് ലീഡർ പല പാസ്റ്റേഴ്സ്മാരും കൂടെ നിൽക്കുന്നവരെ മറ്റ് സ്ഥലങ്ങളിലോട്ട് അയക്കുവാനായിട്ട് വിസമ്മതിക്കുമ്പോൾ ഞാനും വിസമ്മതിച്ചുകൊണ്ടിരുന്ന സാഹചര്യമുണ്ട്. അതായത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരുന്ന അശോക് എന്ന് പറഞ്ഞൊരു സഹോദരൻ പറഞ്ഞു, എനിക്ക് ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ പോകണം. അദ്ദേഹത്തെ വളരെ വൈമനസ്യപ്പെട്ട് പ്രാർത്ഥിച്ചു വിട്ടു. അദ്ദേഹം പോയി 3 സ്ഥലത്ത് 3ാമത്തെ ചർച്ചിൽ അദ്ദേഹം ആയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബദോഗി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ ചർച്ചിലെ പാസ്റ്ററായിരിക്കുന്നു അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് പോയതാണ്. 2 രാജ്കുമാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഞങ്ങളുടെ വർഷിപ്പ് ലീഡറായിരുന്നു. വർഷിപ്പ് ഒരു ദിവസം ലീഡ് ചെയ്തതിന് ശേഷം ആരാധന കഴിഞ്ഞ് പ്രസംഗമെല്ലാം കേട്ട ശേഷം രാജ്കുമാർ എൻ്റെ അടുക്കൽ കടന്നു വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, പറയുക, പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചയക്കുക. നമ്മൾ എവിടെ പോവുക?
നീ പോയാൽ ഇവിടെ വർഷിപ്പ് ചെയ്യുന്ന ആരാ? കർത്താവ് നോക്കിക്കൊള്ളും. അവനെയും പ്രാർത്ഥിച്ചയച്ചു. ഏകദേശം 300-ലധികം വിശ്വാസികൾ ഈ സമയത്തും ദൈവത്തെ ഒരുമിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ആരാധന റോബർട്ട് ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത്, ജീവൻ ജ്യോതി ഹോസ്പിറ്റലിനടുത്ത്, ഉത്തർപ്രദേശിലെ മറ്റൊരു ഡിസ്ട്രിക്റ്റാണ് സോനഭദ്ര, അവിടെയുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ദർശനം പ്രാപിച്ചവർ കടന്നു പോകുവാൻ ഇടയായി തീർന്നിരിക്കുന്നു. അതെ, ഒന്നാമതായി ആത്മഭാരം ഉണ്ടാകണം. രണ്ടാമതായി ആഴത്തിലുള്ള പ്രാർത്ഥനാനുഭവം ഉണ്ടാകണം. മൂന്നാമതായി ഹമേ പ്യാരാ ലഗത്ത് ഹേ. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എവിടെയാ യേശുവിൻ്റെ ദർബാർ? അപ്പോൾ അവൻ പറയും ചർച്ച് ഇന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ ശേഷം അവൻ അവരോട് പറയും, നിങ്ങൾ അവിടെ പോകണമെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ട് അവിടോട്ട് പോകാം, മറ്റ് റിക്ഷകൾ കൊടുക്കുന്നതിൽ നിന്നും പകുതി പൈസ എനിക്ക് തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഒരാഴ്ച കൊണ്ട് സുവിശേഷം പറയുന്ന അത്ര പേരെയും പല ആവർത്തി വീടുകളിൽ പോയി ആരാധനാലയത്തിൽ കൊണ്ടുവന്നവനാക്കുന്നു. പഠിപ്പില്ലാത്ത, തിയോളജി അറിയാത്ത, മറ്റ് സാഹചര്യങ്ങളുമില്ലാത്ത, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രേരണ മാത്രം ഉള്ളിൽ ഒതുക്കിയ ഒരു റിക്ഷക്കാരന് ഇത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ എനിക്കും നിങ്ങൾക്കും കഴിയത്തില്ലയോ? എൻ്റെയും നിങ്ങളെയും മക്കൾക്ക് ഇങ്ങനെ ഒരു പ്രചോദനം കൊടുക്കുവാൻ നമുക്ക് കഴിയത്തില്ലയോ സഹോദരങ്ങളെ? അതെ, സുവിശേഷീകരണം എന്ന ദൗത്യം നിറവേറ്റുവാൻ സഭ ആത്മഭാരമുള്ളതായി തീരണം. സഭ പ്രാർത്ഥിക്കുന്നതായി തീരണം. സഭ ദർശനമുള്ളവരായി തീരണം. സഭ പോകുന്നവരും അയക്കുന്നവരും കൊടുക്കുന്നവരുമായി തീരണം. അങ്ങനെയെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 13:1 മുതൽ 3 വരെ പറയുന്നു. എന്ത് പറയുന്നു? ഒരിക്കൽ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13:1 മുതൽ. അവർ കർത്താവിനെ ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ, ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പിൻ. നിങ്ങളുടെ മതി സഭയിലുള്ള അമ്മമാരോടും അപ്പന്മാരോടും പറയുകയാണ്, നിങ്ങളുടെ മൂത്ത മകൻ ദൈവത്തിൻ്റെ പഴയ നിയമം അനുസരിച്ച് ആദ്യ ഫലം ദൈവത്തിനുള്ളതാ, ദൈവത്തിന് വേണ്ടി വേർതിരിപ്പേൻ. അങ്ങനെ വേർതിരിച്ച ആദ്യ ഫലമാണ് ഈ വിജയകുമാർ. നിങ്ങളുടെ മകൾ എവിടെ? നിങ്ങളുടെ മകൻ എവിടെ? ദൈവിക വാഗ്ദത്ത പ്രകാരം ജീവിക്കുന്ന നിങ്ങൾക്ക് ദൈവിക വാഗ്ദത്ത പ്രകാരം നിങ്ങളുടെ മകനെയോ മകളെയോ അതിനു വേണ്ടി വേർതിരിപ്പാൻ പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദത്തെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് നാം തയ്യാറാകണം. കർത്താവ് പറയുക, എനിക്കുള്ളതിനെ വേർതിരിപ്പിൻ, നിനക്കുള്ളത് വേണ്ട, അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. എനിക്കുള്ളതിനെ വേർതിരിപ്പിൻ, എനിക്കുള്ളവർ പോകട്ടെ, എനിക്കുള്ളതിനെ വേർതിരിപ്പിൻ. എനിക്ക് വേണ്ടി ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അയക്കുവിൻ. യേശുക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കൊയ്ത്ത് വളരെയേറുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനനോട് നിങ്ങൾ പോകുവാനായി പ്രാർത്ഥിപ്പിൻ, നിങ്ങളുടെ മക്കളെ അയക്കുവാനായി പ്രാർത്ഥിപ്പൻ, എൻ്റെ സഭയിൽ നിന്നും ചിലരെ അയക്കുവാനായി പ്രാർത്ഥിക്കും. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ തന്നെ ആരെയെങ്കിലുമൊക്കെ അയക്കുവാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എത്ര പേരാ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നെ അയക്കണമേ, എന്നെ അയക്കണമേ, എന്നെ അയക്കണമേ എന്ന്. ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്കായി പോകണം എന്ന ശബ്ദം കേട്ടിട്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, അടിയനിതാ, 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 മറ്റൊരാളിനെ അയക്കുന്നതിന് മുൻപ് എന്നെ അയക്കണമേ, ഞാൻ പോകാം. ഇത് സഭ പറയണം, ഇത് സഭ ചെയ്യണം. ഒരു വർഷത്തെ ബൈബിൾ ട്രെയിനിങ്ങിലൂടെ 24 വർഷം കൊണ്ട് 600-ൽ അധികം പേരെ, ഒരുപാട് തിയോളജി ഒന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല എങ്കിലും കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ തന്ന ആ വാഞ്ചയെ, ആത്മഭാരത്തെ, ആ പ്രാർത്ഥന അനുഭവത്തെ, ആ ദർശനത്തെ, ആ ദൈവവിളിയെ അവരിലേക്ക് പകർന്ന് പല സ്റ്റേറ്റുകളിലും അയക്കുവാൻ ദൈവം കൃപയാൽ ഞങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നു.
ശരിയാണോ സാജൻ ബ്രദർ? സാജൻ ബ്രദറിലൂടെ വിശ്വാസത്തിൽ വന്ന അനേകർ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിച്ച് ദർശനം പ്രാപിച്ചവർ പശ്ചിമ ബംഗാളിൽ പ്രവർത്തിക്കുന്നു. സാജൻ ബ്രദർ ഉത്തർപ്രദേശ് ഫോർ ക്രൈസ്റ്റ് എന്ന ഞങ്ങൾ ഉത്തർപ്രദേശ് സുവിശേഷീകരിക്കുവാനുണ്ടാക്കിയ സംരംഭത്തിൽ ഒരു പങ്കാളിയായി അവിടെ ചില മിഷണറിമാർ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഞ്ചാമതായി അവസാനമായി സഭയിലെ വിശ്വാസികൾ സുവിശേഷീകരണത്തിനായിട്ടുള്ള ഒരു വില കൊടുക്കണം. ഒന്നും മൂല്യമില്ലാത്തതല്ല. യേശുവിന് മൂല്യമുള്ളതെല്ലാം നമുക്കായി തന്നു. സുവിശേഷീകരണത്തിനായിട്ട് ഒരു പ്രൈസ്, ഒരു വില നമുക്ക് കൊടുക്കണം. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വിജയകുമാർ ഉത്തർപ്രദേശ് സുവിശേഷീകരണത്തിനായിട്ട് പാദം മുതൽ ശിരസ് വരെ അടിയേൽക്കാത്തതായ ഏതൊരു സ്ഥലവുമില്ല. മരിച്ചുപോയി എന്ന് വിചാരിച്ച് കുറ്റിക്കാട്ടിനടിയിൽ വലിച്ചെറിഞ്ഞ് രണ്ടാമത് വീണ്ടും ഒരു പുതിയ ജീവിതം കർത്താവ് തന്ന്, അതാണ് ഈ ജീവിതം. സെക്ഷൻ കോർട്ടുകളിൽ അനേകം കേസുകൾ, ഹൈക്കോർട്ടിൽ അനേകം കേസുകൾ, ക്രിമിനൽ കേസുകൾ, സിവിൽ കേസുകൾ, ഇൻകം ടാക്സ് സംബന്ധമായ കേസുകൾ, CBI കേസുകൾ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കേസ് മാത്രമേ ഇനി വരാതുള്ളൂ, അത് ED. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ ഈ വലിയ കേസുകളെല്ലാം വരുന്നത് വലിയ ആൾക്കാർക്കല്ലേ, ഒരു സുവിശേഷകൻ. അതെ, ഈ വഴികളിലൂടെ എല്ലാം കർത്താവ് കടത്തിവിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ വഴികളിലൂടെ കടന്നു പോകാതിരുന്നുവെങ്കിൽ, ഇതിനു മുൻപ് പ്രശ്നങ്ങൾ വരാതിരുന്നുവെങ്കിൽ, ഇപ്പോഴുള്ള പ്രശ്നം കണ്ടപ്പോൾ വിജയകുമാർ മടങ്ങിപ്പോകാമായിരുന്നു. ഈ പ്രശ്നങ്ങളിലൂടെയെല്ലാം ഒരു ഉറച്ച തീരുമാനമെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നു. ജീവിച്ചാൽ യേശുവിനായി ഉത്തർപ്രദേശിൽ, പ്രവർത്തിച്ചാൽ ഉത്തർപ്രദേശിൽ യേശുവിനായി, മരിച്ചാൽ ഉത്തർപ്രദേശിൽ യേശുവിനായി, ജയിലിൽ പോയാൽ ഉത്തർപ്രദേശിൽ യേശുവിനായി, മരിക്കപ്പെട്ട് അടക്കപ്പെട്ടാൽ അതും ഉത്തർപ്രദേശിൽ യേശുവിനായി. മടങ്ങി വരത്തില്ല കേരളത്തിൽ. മടങ്ങി വരുവാൻ സാധ്യതയുള്ള സകലത്തെയും ഞങ്ങൾ മനഃപൂർവ്വമായി നശിപ്പിച്ചിരിക്കുന്നു. ഒരായുസ് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. യേശു നമുക്കായി ജീവൻ തന്നു. യേശു നമുക്കായി തൻ്റെ അവസാനത്തുള്ളി ചോരയും തന്നു. ഒരു പ്രതീക്ഷയോടെ, ഒരു പ്രത്യാശയോടെ അവൻ വിചാരിച്ചു, എന്നെ രക്ഷിച്ചാൽ ഞാൻ ചിലരെ രക്ഷിക്കുമെന്ന്, നിങ്ങളെ രക്ഷിച്ചാൽ നിങ്ങൾ ചിലരെ രക്ഷിക്കുമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ നമ്മളിവിടെ നിവർത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വളരെ വേഗം വരുവാൻ പോകുകയാണ് യേശു. വളരെ വേഗം വരുവാൻ പോകുകയാണ്. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. നാം നമ്മുടെ ദൗത്യത്തെ നിറവേറ്റിയില്ല എങ്കിൽ സ്വർഗത്തിലെത്തുന്നത് സന്തോഷത്തോടു കൂടെ ആയിരിക്കത്തില്ല. നാം സ്വർഗത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ നരകത്തിൽ കരയുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതാകരുതേ സഹോദരങ്ങളെ, അതാകരുതേ. അതാകാതിരിക്കണമെങ്കിൽ 1, ആത്മഭാരമുള്ളവരായിത്തീരണം നാം. 2, ഇടതടവില്ലാതെ നിരന്തരമായി സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. 3, ദർശനമുള്ളവരായി ജീവിക്കണം. 4, നാം പോകുന്നവരും അയക്കുന്നവരും കൊടുക്കുന്നവരായിത്തീരണം. 5, സുവിശേഷീകരണത്തിനായിട്ടുള്ള ഒരു വില നിങ്ങൾ കൊടുക്കണം. പ്രതിസന്ധികളെ തരണം ചെയ്ത് മാത്രമേ സഭ ഉണ്ടായിട്ടുള്ളൂ, സഭ വളർന്നിട്ടുള്ളൂ, സഭ നിലനിന്നിട്ടുള്ളൂ. ആ വഴിയിലൂടെ മാത്രമേ നമുക്ക് കടന്നു പോകുവാനായി കഴിയത്തുള്ളൂ. ഈ സംരംഭത്തിൽ, ഈ മൂമെൻറ്റിൽ നിങ്ങൾക്കൊരു വലിയ പങ്കാളിയായി തീരുവാൻ കഴിയും. എങ്ങനെ? ഞങ്ങളുടെ അവിടെ 24 hours നടക്കുന്നതായ ഒരു പ്രാർത്ഥനയുണ്ട്. 1 മാസം നിങ്ങളിൽ 2 സഹോദരിമാർക്കോ 2 സഹോദരന്മാർക്കോ, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനുമോ പ്രാർത്ഥനയ്ക്കായി കടന്നു വരാം. 1 മാസം നിങ്ങൾ അങ്ങനെ കടന്നു വന്നാൽ
നിങ്ങൾക്കുള്ള താമസ സൗകര്യം മാത്രം നിങ്ങൾക്ക് നോക്കണം. അവിടെ വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഞങ്ങളുടെ സഭ തന്നെ ചെയ്തു തരും. എന്താണ് പ്രാർത്ഥനാ വിഷയം? അവിടെ ഇരുന്നു കൊണ്ട് ഭാരതത്തിലെ അവസാന വ്യക്തിയും മാനസാന്തരപ്പെടുവാനായി പ്രാർത്ഥിക്കുക. 2, ഒരു മുഴു സമയ മിഷണറിയായി നിങ്ങൾക്ക് കടന്നു പോകാം. നിങ്ങളുടെ മക്കളെ ഒരു മിഷണറിയായി അയക്കാം. നിങ്ങളുടെ സഭയിൽ നിന്നും താല്പര്യമുള്ള മിഷണറിമാരെ തയ്യാർ ചെയ്ത് അവരെ പരിശീലിപ്പിച്ച് നിങ്ങൾക്ക് അയക്കുവാനായിട്ട് കഴിയും. 3, നിങ്ങൾക്ക് ദൈവം തന്ന നന്മകളിൽ ഒരു ഭാഗം സുവിശേഷം കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് സുവിശേഷീകരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടണം. അതെ, സുവിശേഷീകരണം നടക്കണമെങ്കിൽ സഭ ശക്തമായ ആത്മഭാരമുള്ളതാകണം. സുവിശേഷീകരണം നടക്കണമെങ്കിൽ സഭ ശക്തമായ പ്രാർത്ഥന അനുഭവം വേണം. സുവിശേഷീകരണം നടക്കണമെങ്കിൽ സഭയ്ക്ക് വ്യക്തമായ ദർശനം വേണം. സുവിശേഷീകരണം നടക്കണമെങ്കിൽ സഭ സുവിശേഷീകരണ പ്രവർത്തനത്തിനായി പോകുകയും അയക്കുകയും കൊടുക്കുകയും വേണം. സുവിശേഷീകരണ പ്രവർത്തനം നടക്കണമെങ്കിൽ സഭയിലെ വിശ്വാസികൾ അതിനൊരു വില കൊടുക്കണം. 1904 UK-യിൽ വൈൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് 26 വയസ്സുള്ള ഇവാൻ റോബർട്ട് എന്ന ഒരു ദൈവദാസൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് വൈൽസ് സിറ്റിയിലെ ജനത്തെ കാണുമ്പോൾ വളരെ ഭാരം തോന്നിയിരുന്നു. ഒരു കൂട്ടായ്മ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ബെഡിൽ രാത്രി ഉറങ്ങുവാനായിട്ട് കടന്നു വന്നു. കർത്താവ് അദ്ദേഹത്തെ തട്ടി എഴുന്നേറ്റു. അദ്ദേഹം മുട്ടന്മേൽ കടന്നുപോയി. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഈ വൈൽസ് സിറ്റിയിൽ 1,00,000 ആത്മാക്കളെ എനിക്ക് തരണമേ, 1,00,000 ആത്മാക്കളെ എനിക്ക് തരണമേ. അദ്ദേഹത്തെ സ്വയമായി സമർപ്പിച്ചു. അദ്ദേഹം ആത്മഭാരത്താൽ നിറഞ്ഞു. അദ്ദേഹം നിലവിളിക്കുവാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു ദിവസമല്ല, പല ദിവസങ്ങൾ ഇതേ രീതിയിൽ കടന്നുപോയി. 1,00,000 ആത്മാക്കളെ എനിക്ക് തരണമേ, അതിനു വേണ്ടിയുള്ള വില, എൻ്റെ കണ്ണുനീര് ഞാൻ കൊടുക്കുവാൻ തയ്യാറാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഏകദേശം 6 മാസങ്ങൾക്കകം ആ വൈൽസ് സിറ്റിയിൽ 1,00,000-ലധികം ആത്മാക്കളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായി ചരിത്രങ്ങളുടെ ഏടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, വളരെ വേഗം യേശു വരുവാനായി പോകുന്നു. അതിനു മുമ്പ് അവസാന വ്യക്തി വരെയും സുവിശേഷം കേൾക്കണം. അത് കേൾക്കണമെങ്കിൽ ഞാനും നിങ്ങളും ആത്മഭാരത്തോട് കരയുന്നവരായി തീരണം. എനിക്ക് ആത്മാക്കളെ തരണമേ. നമ്മുടെ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളെയും അടയ്ക്കാം. അല്പസമയം നിങ്ങൾ സ്വയമായി പ്രാർത്ഥിക്കുവിൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സർവ്വവും യേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും, സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു
സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായി സമർപ്പണം